നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ പ്രവൃത്തി പരിചയം നേടുക എന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ തൊഴിൽ മേഖലകളെ വിലയിരുത്തി വന്നു ചേരുകയും ഒരു ഉന്നത പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുന്നത് അർദ്ധമനസ്സോടുകൂടിയാണ്. എങ്കിൽ പോലും അത് സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ 6 മാസം പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടോ ധാരാളം യാത്രകൾ ചെയ്തുകൊണ്ട് ഒരു തൊഴിലിനെ പറ്റിയിട്ട് പഠിക്കുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുവാനും ഒരു ദീർഘകാല പദ്ധതികളുടെ ഭാഗമായിട്ട് 6 മാസം യാത്രകൾ വേണ്ടിവരും. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. വികസ്വര രാജ്യത്തിലേക്ക് നല്ലൊരു തസ്തികയോട് കൂടിയതായിട്ടുള്ള ജോലി ലഭിക്കുന്നത് വഴി സ്വീകരിക്കാൻ തയ്യാറാകുവാനിടയുണ്ട്. ഒരുപക്ഷെ ഉപരിപഠനവും കൂടി ഇതിനോടൊപ്പം നടത്തുവാനുള്ളൊരവസരം സ്വീകരിക്കുന്നതും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഗൃഹപ്രവേശന കർമ്മത്തിന്, ബന്ധുമിത്രാദികളുടെ ഗൃഹപ്രവേശന കർമ്മത്തിന് പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുമുള്ള അവസരം സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് വളരെ നിർണായകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ഉപകരിക്കും. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. നാഡി നീർദോഷ ഉഷ്ണരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുമെങ്കിൽ പോലും പ്രകൃതി ഭക്ഷണ രീതികളും വ്യായാമവും പ്രാണായാമവും ഇതിനെല്ലാം തന്നെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ മാസത്തിൽ നടന്നു വരുന്ന കലാകായിക മത്സരങ്ങളിലെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ വിജയം കൈവരിക്കുന്നത് വഴി ഈ ഒരു മേഖല ജോലിയോടൊപ്പം കൊണ്ടു നടത്തുവാനും പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. മത്സരരംഗങ്ങളിൽ വിജയം കൈവരിക്കും. ചിന്താമണ്ഡലത്തിൽ പല ആശയങ്ങളും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും പ്രാവർത്തിക തലം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അനിഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. മക്കൾക്ക് അനാവശ്യമായുള്ള ആധി ഉണ്ടാവുകയും കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനായിട്ട് ബന്ധുമിത്രാദികളെ ആശ്രയിക്കാനിടവരും. അറിവുള്ള വിഷയങ്ങൾ അതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും അനുദിനം ചെലവിനങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ മറ്റു രാജ്യത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിലവിലുള്ള ജോലിയിൽ ഇനി സ്ഥാനക്കയറ്റമോ ആനുകൂല്യങ്ങളോ അവസരങ്ങളോ വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭാവിയിലേക്ക് ധാരാളം ജോലി സാധ്യതകളുള്ള അതിനോട് ബന്ധപ്പെട്ടതായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി ഒരുപക്ഷെ 2 കൊല്ലത്തെ കോഴ്സായിരിക്കാം നിലവിലുള്ള ജോലി ഉപേക്ഷിക്കുന്നത് ഗുണകരം തന്നെയാണ്. അതായത് ജോലി ഉപേക്ഷിച്ച് പഠിക്കാനായിട്ട് ചേരുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്നർത്ഥം. ഊഹാപോഹങ്ങളെ അതിജീവിക്കുവാനായിട്ട് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കാനിടവരും. ഒരു സ്ഥാപനത്തിൻ്റെ നേതൃത്വ സ്ഥാനം വഹിക്കുന്നത് വഴി കീഴ് ജീവനക്കാരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. അർഹമായുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിട വരുമെങ്കിൽ പോലും ഒരുപക്ഷെ അതിൻ്റെ ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളെ കൊണ്ട് ഭൂമി രജിസ്ട്രേഷൻ എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു 3 മാസത്തിന് ശേഷമേ അത് ഉണ്ടാകുവാൻ സാധ്യത കാണുന്നതുമുള്ളൂ. വന്നു ചേരുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്ത് തീർക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികൾ, ആശയങ്ങൾ കീഴ് ജീവനക്കാരിൽ നിന്ന് വന്ന് ചേരുകയും അതിൻ്റെ പൂർണ്ണമായുള്ള രൂപം തയ്യാറാക്കിക്കൊണ്ട് മേലധികാരികളൊക്കെ സമർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും
ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യത കാണുന്നു. തൊഴിൽ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അഭൂതപൂർവമായിട്ടുള്ള നേട്ടവും സാമ്പത്തികമായുള്ള ഭദ്രതയും വന്നു ചേരുന്നത് വഴി 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ ഭൂമി അന്വേഷിച്ചു തുടങ്ങുവാനും ജ്യോതിഷപ്രകാരം ഭൂമിക്ക് വല്ല അപാകതകളുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാഥമിക സംഖ്യ കൊടുത്തു കരാർ എഴുതുവാനും ഇടയുണ്ട്. ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ആശയങ്ങൾ ആജ്ഞാനുവർത്തികളിൽ നിന്നും സ്വീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അനന്ത സാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളെ വിലയിരുത്തി പുതിയതായിട്ടുള്ള തൊഴിൽ മേഖലകളൊക്കെ തുടക്കം കുറിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വ്യക്തമായുള്ള നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. അമിതപഠനം ഒഴിവാക്കുവാനായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമല്ല, വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാൻ തക്കവണ്ണം യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. അഹംഭാവം ഒഴിവാക്കി എല്ലാത്തിലും മിതത്വം പാലിച്ചുകൊണ്ടും സമത്വ ഭാവനയോടുകൂടിയതായുള്ള പദ്ധതികൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിട വരും. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ കാണുവാനും വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും ഇടയുണ്ട്. അപകട സാധ്യതകൾ വിലയിരുത്തി പലപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഒരു ഇൻഷുറൻസ് പരിരക്ഷകൾ അനുവർത്തിക്കുന്നത് വഴി വലിയ രീതിയിലുള്ള നഷ്ടകഷ്ടങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. ഇനി ഒരു വർഷത്തേക്ക് നിലവിലുള്ള തൊഴിൽ മണ്ഡലങ്ങളിൽ തന്നെ പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള ലാഭശതമാന വിഹിതം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് ഒരുപക്ഷെ ചില ജോലിക്കാരെ ക്രമീകരിക്കുക, ചില ജോലിക്കാരെ പിരിച്ചുവിടുക, ഇതിനൊക്കെ സാധ്യത പോലും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ വിമ്മിഷ്ടം, സ്വസ്ഥതക്കേടുകൾ എന്നിവ ഉണ്ടാകുന്നത് വഴി സ്വല്പം ആശങ്ക എല്ലാ കാര്യങ്ങളിലും വർദ്ധിക്കുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ജോലി ഭാരത്താൽ ജോലി രാജിവെച്ചാലോ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിൽ വന്ന് വ്യാപാര വിപണന വിതരണ മേഖല ഏർപ്പെട്ടാലോ എന്ന പല തോന്നലുകളും ഉണ്ടാവും. ഒരു പക്ഷേ ജോലിയിലെ ചുമതലകൾ വർദ്ധിക്കുന്നത് വഴിയും സമ്മർദ്ദങ്ങളൊക്കെ വർദ്ധിക്കുന്നത് വഴിയായിരിക്കാം. പക്ഷേ നിലവിലുള്ള ജോലി രാജിവെച്ചാൽ മറ്റൊരു ജോലി കിട്ടുക എന്നത് അസാധ്യമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വക മാനസികമായുള്ള വിഭ്രാന്തിയിൽ നിന്നും എല്ലാം തന്നെ പിന്മാറുവാനുള്ളൊരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിദഗ്ധമായുള്ള ചികിത്സകളാലും വിശ്രമത്താലും കഴിഞ്ഞ 4-5 മാസമായിട്ടുള്ള പല വിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും ഒരുവിധം രക്ഷാമാർഗങ്ങളൊക്കെ നേടി ജൂൺ മാസത്തിന് ശേഷം തൊഴിൽ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കാനുള്ളൊരവസരത്തെ വിനിയോഗിക്കുവാൻ യോഗമുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനുഭവിച്ചു വന്നിരുന്ന തടസ്സങ്ങൾക്ക് ഒരു വിരാമം വന്ന് ചിലർക്ക് ചില വിഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റ് ചിലർക്ക് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമി വിൽപ്പന ചെയ്ത് നിലവിലുള്ള സ്ഥാപനം പുനരുദ്ധീകരിക്കുവാനുള്ള തീരുമാനിക്കും. ഇങ്ങനെ എല്ലാത്തിനും ഒരു കൃത്യമായുള്ള ദിശാബോധം, ഒരു ലക്ഷ്യപ്രാപ്തിയോടുകൂടിയതായുള്ളൊരു ലക്ഷ്യം കണ്ടെത്തുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഒരു പക്ഷേ ജൂൺ മാസത്തിന് ശേഷമായിരിക്കാം അതിനൊരു അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യത കാണുന്നതുമുള്ളൂ. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പലതും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ അതിനെല്ലാം അതിജീവിക്കുവാനായിട്ട് സുതാര്യതയുള്ള സമീപനം ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സംഭവബഹലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള കരാറ് ജോലികളായിരുന്നു. എന്നാൽ
സ്വന്തം നിലയിലുള്ള കാലതാമസമോ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ല, സ്ഥാപനത്തിൻ്റെയും അല്ലെങ്കിൽ അതിനുള്ള ലഭ്യത അല്ലെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൻ്റെയും അതിനുള്ള ഉപകരണങ്ങൾ ലഭിക്കുന്നതിന് ലഭ്യത കുറവ് കൊണ്ടും ഇങ്ങനെ പല വിധത്തിലുള്ള ഘടകങ്ങളും ആയിരുന്നു ഇതിനൊരു കാലതാമസം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പദ്ധതികളൊക്കെ തന്നെ പുനരപേക്ഷ നൽകുവാനും അതിൻ്റെ വെളിച്ചത്തിൽ അതിന് അനുമതി ലഭിക്കുവാനും ജൂൺ മാസം മുതൽ ഇതെല്ലാം തന്നെ പുനരാരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ജൂൺ മാസം മുതൽ 3 മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കാൻ തക്കവണ്ണം എല്ലാ ക്രമീകരണങ്ങൾക്കും നടത്തുവാനുള്ള സാധ്യത പോലും ഈ മെയ് മാസത്തിൽ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകൾ വേണ്ടിവരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ജൂൺ മാസത്തിന് ശേഷം അനുഭവഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പഠിച്ച വിഷയത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് 1-2 മാസം കുടുംബത്തിൽ നിന്നും വിട്ടു താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജൂൺ മാസം മുതൽ കാർഷികമായുള്ള വിളകൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ദീർഘകാല വിളകനുസൃതമായിട്ടുള്ള കൃഷി വിളകൾക്ക് കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിഷ്പ്രയാസം സാധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ മാസത്തിൽ കുറച്ച് കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. ആത്മവിശ്വാസത്തോടുകൂടി പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരും. സ്വന്തം നിലയിലും അന്യരുടെ കാര്യങ്ങളിലും വേണ്ട വിധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാനിടയുണ്ട്. പ്രത്യേകമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും മക്കൾക്ക് വേണ്ടി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരം വന്നു ചേരും. സമീപന ശൈലിയിൽ മിതത്വത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നത് വഴിയും എല്ലാ കാര്യങ്ങളിലും ഈശ്വരാംശം കണ്ടെത്തിക്കൊണ്ട് എല്ലാ നന്മകളെയും സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം തന്നെ സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് വികസിത രാഷ്ട്രത്തിൽ നിന്നും, അതായത് വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പല വിധത്തിലുള്ള ആശയങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അതിലുള്ള സുതാര്യതയെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വൻ നഷ്ടത്തിന് സാധ്യത പോലും കാണുന്നതുമുണ്ട്. അർഹതയുള്ളവരെ അംഗീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. ആചാര മര്യാദകൾ പാലിച്ചും കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗം കാണുന്നുണ്ട്. വർഷങ്ങളായിട്ട് മനസ്സിലുദ്ദേശിക്കുന്ന ഗൃഹനിർമ്മാണം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുവാനായിട്ട് പല വീടുകളും കണ്ടെത്തുമെങ്കിൽ പോലും ഒന്നും തൃപ്തിയല്ലാതെ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ജീവിത പങ്കാളിയുടെ ആശയപ്രകാരവും അച്ഛനമ്മമാരുടെ താല്പര്യം കണക്കിലെടുത്തും കൊണ്ടും ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാനുള്ള അവസരത്തെ വിനിയോഗിക്കുവാനും ഭൂമി അന്വേഷിക്കുവാനും ഒരുപക്ഷെ ജൂൺ മാസത്തിന് ശേഷമേ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അന്വേഷണം ആരംഭിക്കുവാൻ ഇടയുണ്ട്. തീരുമാനങ്ങൾക്ക് ഔചിത്യമുണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ പരാജയമുണ്ടാകുന്നത് വഴി മനോവിഷമത്തിനും സാമ്പത്തികമായുള്ള നഷ്ടത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. അശുഭചിന്തകൾ ഒഴിവാക്കി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കുവാനിടയുണ്ട്. ഗതിവിഗതികൾക്കനുസരിച്ച് തൊഴിൽ മേഖലകൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനും അനുഭവജ്ഞാനമുള്ളതും പ്രവൃത്തി പരിചയമുള്ളതുമായിട്ടുള്ള മേഖലകളെ നിലനിർത്തിക്കൊണ്ട് മറ്റ് മേഖലകളെല്ലാം തന്നെ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നു. സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മറ്റൊരു ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും.
സമ്മാന പദ്ധതികളിൽ വിജയം കൈവരിക്കുവാനിടവരും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അമിത വേഗതയുള്ള വാഹനോപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പൊതുവെ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ മനസ്സിൽ ഒരു ആധി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ അവരോടൊപ്പം ഇനി ഒരുമിച്ച് താമസിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ചിലർക്ക് തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ, മറ്റു ചിലർക്ക് ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് അഥവാ അധിവാസത്തിനോടനുബന്ധമായിട്ടൊരു വീട് വാങ്ങിക്കുവാൻ തീരുമാനിക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. ഇതാണ് ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.